വെൽക്കം, തഹ്മനാണ്. ഡ്രഗ്സ് ആക്ടിംഗ് ഓൺ യൂട്ടറസ്. ഈ വീഡിയോ യൂട്ടറൈൻ റിലാക്സൻസിനെ പറ്റിയാണ്. ആൻഡ് ഇവയെ ടോക്കോലിറ്റിക്സ് എന്ന് നമ്മൾ വിളിക്കും. ടോക്കോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലേബർ അല്ലെങ്കിൽ ചൈൽഡ് ബർത്ത് എന്നാണ് അർത്ഥം. സോ ടോക്കോലിറ്റിക്സ് മീൻസ് യൂട്ടറൈൻ റിലാക്സൻസ്. സോ നടക്കുന്ന ആ പ്രസവം നടക്കുന്നതിനെ താൽക്കാലികമായിട്ടൊന്ന് തടഞ്ഞ് പ്രസവം നീട്ടിവെക്കാൻ പറ്റുന്ന തരം മരുന്നുകളെയാണ് നമ്മൾ സാധാരണ രീതിയിൽ ടോക്കോലിറ്റിക്സ് എന്ന് വിളിക്കുക. സോ അപ്പോൾ ഇത് ഉപയോഗിക്കുന്ന സാധാരണ ഒരു 24ാമത്തെ വീക്ക് തൊട്ട് ഒരു 34 വീക്സ്. ഈ സമയത്ത് പ്രസവം നേരത്തെ ഉണ്ടായി കഴിഞ്ഞാൽ എന്താ പ്രശ്നം? കുട്ടികളുടെ ലങ്സിന്റെ മെച്യൂറേഷൻ നടന്നിട്ടുണ്ടാകും. സോ അതുകൊണ്ട് ആ സമയം ഒന്ന് നീട്ടിവെക്കാൻ ഉപയോഗിക്കുന്ന മരുന്നുകളെയാണ് നമ്മൾ ടോക്കോലിറ്റിക്സ് എന്ന് പറയാം. സോ ഫസ്റ്റ് യൂസ് ഈസ് ഇൻ പോസ്റ്റ്പോൺമെന്റ്, നീട്ടിവെക്കുക. പോസ്റ്റ്പോൺമെന്റ് ഓഫ് ലേബർ ഓർ പ്രീമച്വർ ഡെലിവറി തടയുക എന്നുള്ളതാണ് ഫസ്റ്റ് യൂസ്. ഇനി പെട്ടെന്ന് ഡെലിവറി നടന്നാൽ, ഇപ്പോൾ കോംപ്ലിക്കേഷൻസ് ഒക്കെ ഉള്ള ഡെലിവറി ആണെങ്കിൽ, സോ വെൽ എക്യൂപ്ഡ് ഒരു ഹോസ്പിറ്റലിലേക്ക് ഒന്ന് മാറ്റണം, സെന്ററിലേക്ക് മാറ്റാൻ, അപ്പോൾ ഒന്ന് നീട്ടിവെക്കാനും നമുക്ക് ഉപയോഗിക്കാം. സോ സെയിം യൂസ് തന്നെയാണ്. സോ ഇത് രണ്ടാണ് എന്റെ പ്രധാനപ്പെട്ട യൂസ് എന്ന് പറഞ്ഞത്, പോസ്റ്റ്പോൺമെന്റ് ഓഫ് ലേബർ. ഇനി രണ്ടാമത്തെ തരം ഉപയോഗം ഒരു പ്രസവ സമയത്തല്ല, ഗർഭകാലഘട്ടത്തിൽ തന്നെ ത്രട്ടൻഡ് അബോർഷന് സാധ്യതയുണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ, അങ്ങനെയുള്ള സാധ്യത കൂടുതലുണ്ടെങ്കിൽ യൂട്രസ് കൺട്രാക്ഷൻ കൂടുതലാണ് അല്ലെങ്കിൽ കൺട്രാക്ട് ചെയ്യും. അപ്പോൾ യൂട്രസിനെ ഒന്ന് റിലാക്സ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാം. ഓക്കെ, ഇത് ഉപയോഗിക്കാം. മൂന്നാമത്തത് ഇൻ ഡിസ്മെനോറിയയിൽ നമുക്ക് ഉപയോഗിക്കാം. മാത്രമല്ല വയറുവേദന, ഗർഭിണികളിൽ ഉണ്ടാകുന്ന യൂട്രസിന്റെ പ്രശ്നങ്ങൾ മൂലമുള്ള വയറുവേദനയൊക്കെ തോന്നിയാൽ നമുക്ക് ഉപയോഗിക്കാം. സോ ഇങ്ങനെയുള്ള കണ്ടീഷൻസിലേക്കാണ് നമ്മൾ ടോക്കോലിറ്റിക്സ് വിഭാഗം മരുന്നുകൾ ഉപയോഗിക്കുക. അപ്പൊ നമുക്കിനി മരുന്നുകൾ പറഞ്ഞാൽ, ആദ്യത്തെ മരുന്ന് നമുക്കറിയാവുന്നത് യൂട്രസ് കൺട്രാക്ട് ചെയ്യാനായിട്ടുള്ള കാരണം ഒരു ഹോർമോൺ ഉണ്ട്, അതിന്റെ പേര് ഓക്സിറ്റോസിൻ എന്നാണ്. സോ ഓക്സിറ്റോസിൻ പ്രവർത്തിക്കുന്ന അവിടെ റിസപ്റ്ററിലാണ്. സോ വി യൂസ് ഓക്സിറ്റോസിന്റെ റിസപ്റ്ററിനെ തടയുന്ന റിസപ്റ്റർ ആന്റഗോണിസ്റ്റ് മരുന്നുകളാണ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു മരുന്ന്. ആൻഡ് ഒറ്റൊരു മരുന്നേ ഉള്ളൂ, പേര് അറ്റോസിബാൻ എന്നാണ്. അറ്റോസിബാൻ എന്ന് പറയുന്ന മരുന്ന് ഓക്സിറ്റോസിൻ റിസപ്റ്റർ അന്റഗോണിസ്റ്റ്. ആൻഡ് ഈ മരുന്ന് കാർഡിയാക് സേഫ് ആണെന്ന് പ്രത്യേകം പറയാൻ കാരണം ചില മരുന്നുകളല്ല എന്നതുകൊണ്ടാണ്. ടു സപ്രസ് ദ പ്രിമച്വർ കൺട്രാക്ഷൻ ഉപയോഗിക്കാവുന്ന മരുന്നാണ്. 6.75 മില്ലിഗ്രാമിന്റെ ഇഞ്ചക്ഷൻ ഉണ്ട്, 37.5 മില്ലിഗ്രാം ഇഞ്ചക്ഷൻ. സോ എല്ലാം IV ഇൻട്രാവീനസ് ആയിട്ടാണ് നമ്മൾ കൊടുക്കുക. ആൻഡ് മറ്റൊരു ഉപയോഗം, ഇത് ഇൻവിട്രോ ഫെർട്ടിലൈസേഷനുകളിലും ഇത് ഉപയോഗിക്കാറുണ്ട്. ഇൻവിട്രോ ഫെർട്ടിലൈസേഷനിൽ യൂട്രസ് അധികം കൺട്രാക്ഷൻ ഒന്ന് ഒതുക്കി നിർത്താനായിട്ടും ചിലപ്പോൾ ഇത് ഉപയോഗിച്ചേക്കാം. സോ ഇതാണ് ഫസ്റ്റ് മരുന്ന്, അറ്റോസിബാൻ എന്ന് പറയുന്ന മരുന്ന്. ഇനി രണ്ടാമത്തെ ഗ്രൂപ്പ് മരുന്ന് ബീറ്റ-2 അഗോണിസ്റ്റുകളാണ്. ബീറ്റ-2 അഗോണിസ്റ്റുകൾ എന്ന് പറയുമ്പോൾ ആസ്മയിലും മറ്റും ഉപയോഗിക്കുന്ന സാൽബുട്ടമോൾ പോലുള്ള ഫേമസ് ആയിട്ടുള്ള മരുന്നാണല്ലോ, അതുപോലുള്ള മരുന്നുകളാണ് ബീറ്റ-2 അഗോണിസ്റ്റ്. ഏറ്റവും ഫേമസ് മരുന്നുകൾ ഏതാണെന്ന് ചോദിച്ചാൽ, ഒന്ന് റിറ്റോഡ്രിൻ എന്ന് പറയുന്ന ഒരു മരുന്നുണ്ട്, റിറ്റോഡ്രിൻ. യൂട്ടോപാർ എന്നാണ് ഇതിന്റെ ഫേമസ് ട്രേഡ് നെയിം, യൂട്ടോപാർ. ദെൻ രണ്ടാമത്തെ മരുന്ന് ഐസോസുപ്രിൻ ആണ്, ഐസോക്സുപ്രിൻ ഹൈഡ്രോക്ലോറൈഡ്. ഇത് പല രീതിയിലൊക്കെ ലഭിക്കുന്നുണ്ട്. ഫേമസ് പേര് ഡുവാഡിലാൻ എന്ന് പറയുന്ന മരുന്ന്. ഇത് രണ്ടുമാണ് ഫേമസ് ആയിട്ട് ഉപയോഗിക്കും. ആൻഡ് ഈ റിറ്റോഡ്രിൻ പോലുള്ളവ നേരത്തെയൊക്കെ ഇഞ്ചക്ഷൻസ് ആയിട്ട് ഉപയോഗിച്ചിരുന്നു. ഇഞ്ചക്ഷൻസ് ആയിട്ട് ടേം നീട്ടിവെക്കാനായിട്ട് ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ US-ലൊന്നും ഈ ഉപയോഗങ്ങൾ ഇല്ല. പ്രസവ സമയം ഒന്ന് നീട്ടിവെക്കുന്ന പരിപാടിക്ക് റിറ്റോഡ്രിൻ IV ഒന്നും ഉപയോഗിക്കുന്നില്ല. എന്താണ് പ്രശ്നം എന്ന് വെച്ചാൽ, പ്രധാന പ്രശ്നം ബീറ്റ-2 എന്ന് കേൾക്കുമ്പോൾ തന്നെ കാർഡിയാക് സേഫ്റ്റിയാണ്. ബീറ്റ-1 ആണ് ഹൃദയത്തിലുള്ളത്, പക്ഷേ എങ്കിലും ബീറ്റ-2ലും കാർഡിയാക് സേഫ്റ്റി ഒരു പ്രശ്നമാണ് എന്നുള്ളതാണ്, കുറവാണ്, കാർഡിയാക് സേഫ്റ്റി കുറവാണ്. സോ എങ്കിലും ഉപയോഗിക്കുകയാണെങ്കിൽ തന്നെ 120 ഹാർട്ട് റേറ്റ് 120 വരെയൊക്കെ, അതിനപ്പുറത്തോട്ട് കൂടുകയാണെങ്കിൽ അപ്പോൾ ഉപയോഗിക്കൽ ടാക്കിക്കാർഡിയ ഉണ്ടാക്കാം. ദെൻ ഹൈപ്പർഗ്ലൈസീമിയ ഉണ്ടാക്കാം, പിന്നെ ഉള്ളത് ഹൈപ്പോക്കലീമിയ എന്ന് പറയുന്ന പ്രശ്നം, പൊട്ടാസ്യമായിട്ട് ബന്ധപ്പെട്ട് നമുക്കറിയാം. ട്രമർ, വിറയൽ ഉണ്ടാക്കാം. ദെൻ ഇത് കൂടിയാൽ കഴിഞ്ഞാൽ കുട്ടിയിൽ കടന്നു കഴിഞ്ഞാൽ ഫീറ്റൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കാം. ഓക്കെ, ആൻഡ് ഇങ്ങനെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ തന്നെ നോട്ട് മോർ ദാൻ 48 hours, 48 മണിക്കൂറിൽ കൂടുതൽ ഈ മരുന്നുകൾ ഉപയോഗിക്കാൻ പാടില്ല. സോ ബീറ്റ-2 അപ്പം എന്താ ചെയ്യുക? ബീറ്റ-2 യൂട്രസിനകത്ത്, യൂട്രസിന്റെ യൂട്രസ് ആണെങ്കിൽ ഇതിന്റെ മസിൽസിൽ യൂട്രസ് മയോമെട്രിയത്തിനെ റിലാക്സ് ചെയ്യുന്ന പണിയാണ് ബീറ്റ-2വിനുള്ളത്. സോ ദിസ് ആർ ബീറ്റ-2 അഗോണിസ്റ്റ്. അത് അങ്ങനെ ചെയ്യും, സ്മൂത്ത് മസിൽസ് റിലാക്സ് ചെയ്യും. പക്ഷേ ത്രട്ടൻഡ് അബോർഷൻ സാധ്യത ഉണ്ടെങ്കിൽ, ഡിസ്മെനോറിയ പോലുള്ള കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ, ഗർഭകാലഘട്ടത്തിൽ ഓറൽ ഗുളികയായിട്ട് ഇത് ഉപയോഗിക്കാം. അത് ഗുളികയാണ്. റിറ്റോഡ്രിൻ ആൻഡ് ഐസോസുപ്രിൻ ഇതൊക്കെ ദീർഘനേരം പ്രവർത്തിക്കുന്ന രീതിയിലൊക്കെ, SR ഒക്കെ അങ്ങനെയൊക്കെ രീതിയിലൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഇതാണ് അതിന്റെ പ്രധാനപ്പെട്ട ഉപയോഗം. ഇപ്പോൾ ദെൻ വേറെ ചില മരുന്നുകൾ നമ്മൾ പറഞ്ഞു, സാൽബ്യൂട്ടമോൾ പോലുള്ള മരുന്ന്, സാൽബ്യൂട്ടമോൾ, ടെർബ്യൂട്ടാലിൻ പോലെയുള്ള ആസ്മയ്ക്കൊക്കെ ഉപയോഗിക്കുന്ന മരുന്നുകൾ, പക്ഷേ വേണമെങ്കിൽ ഉപയോഗിച്ചേക്കാം എന്നുള്ളത്. സോ ഇത് രണ്ടുമാണ് കൂടുതൽ യൂട്രൈൻ സ്പെസിഫിക്, യൂട്രസ് മസിലാണ് അതിന് കൂടുതൽ ആക്ഷൻസ് ഉള്ളത്. മൂന്നാമത്തെ ഗ്രൂപ്പ് മരുന്നുകൾ കാൽഷ്യം ചാനൽ ബ്ലോക്കറാണ്. കാൽഷ്യം ചാനൽ ബ്ലോക്കേഴ്സ് എന്ന് പറയുമ്പോൾ നിഫിഡിപ്പിൻ ആണ് ഫേമസ് മരുന്ന്. ഫെലോഡിപ്പിൻ, അങ്ങനെയൊക്കെയുള്ള ആംലോഡിപ്പിൻ പോലെയുള്ള മരുന്നുകൾ. നിഫിഡിപ്പിൻ ആണ് സാധാരണ ഉപയോഗിക്കുന്ന ഒരു മരുന്ന്. ആൻഡ് ഇതിനൊരു പ്രശ്നം ഉള്ളത്, ചിലപ്പോഴെങ്കിലും ഫീറ്റൽ ഹൈപ്പോക്സിയ ഉണ്ടാക്കാനുള്ള ഒരു പ്രവണതയുണ്ട്. ബട്ട് ദിസ് ഇസ് വൈഡ്ലി യൂസ്ഡ് ഡ്രഗ്. പല സ്ഥലങ്ങളിൽ, ഇന്ത്യയിൽ പല ഏരിയയിലും നിഫിഡിപ്പിൻ എന്ന് പറയുന്ന മരുന്ന് വൈഡായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. നാലാമത്തെ ഗ്രൂപ്പ് മഗ്നീഷ്യം
മാഗ്നീഷ്യം സൾഫേറ്റ് ആണ്. മാഗ്നീഷ്യം സൾഫേറ്റ് ഇഞ്ചക്ഷൻ ആയിട്ടാണ് ഉപയോഗിക്കുക. ഇഞ്ചക്ഷൻ അത് കാൽഷ്യം തടയുന്നു, ഇൻഹിബിഷൻ ഓഫ് കാൽഷ്യം. അപ്പോൾ മയോമെട്രിയത്തിനകത്തേക്ക് ഇവിടെ കാൽഷ്യം റിലീസ് ഉണ്ടാവുന്നില്ല. കാൽഷ്യം റിലീസ് കുറയുമ്പോൾ മയോമെട്രിയൽ കൺട്രാക്ഷൻ കുറയും, സോ റിലാക്സേഷൻ ഉണ്ടാവും. പക്ഷേ ഇതിന്റെ ഉപയോഗം അല്പം റിസ്കി ആണെന്നുള്ളതാണ്. മാഗ്നീഷ്യം സൾഫേറ്റ് കുത്തിവയ്പ്പ് കൊടുക്കുമ്പോൾ ഒരു ഫീലിംഗ് ഓഫ് വാംത്ത്, സ്വെറ്റിംഗ്, ഫ്ലഷിംഗ്, പാൽപിറ്റേഷൻ പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും. സോ മാഗ്നീഷ്യം സൾഫേറ്റ് ഒരു അടിയന്തര ഘട്ടങ്ങളിലൊക്കെ ചിലപ്പോൾ ഉപയോഗിച്ചേക്കാമെന്നല്ലാതെ സാധാരണ രീതിയിൽ ഉപയോഗം കുറവാണ്. ദെൻ പിന്നെ ഉള്ളത് പ്രോസ്റ്റാഗ്ലാൻഡിൻ ഇൻഹിബിറ്റർ ആയിട്ടുള്ള ഇൻഡോമെത്താസിൻ പോലെയുള്ള മരുന്നാണ്. ഇൻഡോമെത്താസിൻ എന്നൊക്കെ പറഞ്ഞാൽ പ്രോസ്റ്റാഗ്ലാൻഡിൻ ഇൻഹിബിറ്റേഴ്സ്, NSAIDs നമ്മൾ വിളിക്കും. ഈ ഗ്രൂപ്പിൽപ്പെട്ട മരുന്നുകൾ നമുക്ക് ഉപയോഗിക്കാം. സോ ഡിസ്മെനോറിയയിലൊക്കെയാണ് ഇതിന്റെ കൂടുതൽ ഉപയോഗം. എങ്കിലും ദിസ് ക്യാൻ ഓൾസോ കോസ് സം യൂട്രൈൻ കൺട്രാക്ഷൻ ഒക്കെ കുറച്ച് റിലാക്സേഷൻ ഉണ്ടാക്കാനായിട്ട്. അപ്പം ദെൻ ആറാമത്തെ ഒരു മരുന്ന് ഹാലോതെയ്ൻ ആണ്. ഹാലോതെയ്ൻ നമ്മൾ പഠിച്ചിട്ടുള്ളത് അനസ്തെറ്റിക് മരുന്നായിട്ടുള്ള ഇൻഹലേഷണൽ അനസ്തെറ്റിക് ആണ്. സോ സിസേറിയൻ സെക്ഷനിൽ ഇപ്പോൾ ഇന്റേണൽ വേർഷൻ ഓഫ് ഫീറ്റസ് അല്ലെങ്കിൽ മാനുവൽ റിമൂവൽ ഓഫ് പ്ലാസിൻഡ അങ്ങനെയൊക്കെ ചെയ്യുന്ന ഘട്ടത്തിൽ നമുക്ക് ദിസ് ഡ്രഗ് ഹാലോതെയ്ൻ എന്ന് പറയുന്ന അനസ്തെറ്റിക് നമുക്ക് യൂട്രൈൻ റിലാക്സൻ്റ് ആയിട്ടും ഉപയോഗം. സോ ഹാലോതെയ്ൻ ഈസ് അങ്ങനെയുള്ള കണ്ടീഷൻസിലാണ് ഉപയോഗിക്കുക. ദെൻ ഏഴാമത്തെ ഗ്രൂപ്പ് ഓഫ് മരുന്ന് ആന്റികോളിനർജിക്സ് ആണ്. ആന്റികോളിനർജിക്സിൽ ഏറ്റവും ഫേമസ് ആയിട്ട് ഉപയോഗിക്കുന്നത് വാലത്തമേറ്റ് എന്ന് പറയുന്ന മരുന്നാണ്. വാലത്തമേറ്റ് ഇഞ്ചക്ഷൻ ആയിട്ട് അവൈലബിൾ ആണ്. ദെൻ ഓൾസോ ഗ്ലൈക്കോപൈറോലേറ്റ് പ്രീ അനസ്തെറ്റിക് മെഡിക്കേഷൻ ആയിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആൻഡ് വാലത്തമേറ്റ് ആണ് ഈ പർപ്പസിന് വേണ്ടി ഫീമെയിൽസിൽ കൂടുതലായിട്ട് ഉപയോഗിക്കാവുന്ന മരുന്ന്. ആന്റികോളിനർജിക് ആണ്. അപ്പോൾ യൂട്രൈൻ കൺട്രാക്ഷൻസ് കുറയ്ക്കും. സോ ഇതെല്ലാമാണ് മരുന്നുകൾ നമുക്ക് പറയാനുള്ളത്. എങ്കിൽ നമ്മൾ ഈ യൂട്രൈൻ റിലാക്സന്റ് പ്രസവം നീട്ടിവെക്കണം, ആ ഫൈനൽ സമയത്ത് നീട്ടിവെക്കണം എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ എപ്പോഴൊക്കെയാണ് ഉപയോഗിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ മെംബ്രെയിൻ റപ്ചർ ഉണ്ടാവാൻ പാടില്ല. മെംബ്രെയിൻ റപ്ചർ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പിന്നെ ഇത് ഉപയോഗിച്ചിട്ട് കാര്യമില്ല. രണ്ടാമത്തെ നമ്മൾ സെർവിക്കൽ ഡയലറ്റേഷൻ ബിലോ 4 സെന്റിമീറ്റർ ഒക്കെ ആയിട്ടുണ്ടാവാനേ പാടും. സോ ഇഫ് സെർവിക്കൽ ഡയലറ്റേഷൻ 4 സെന്റിമീറ്ററിന് അബവും മെംബ്രെയിൻ റപ്ചർ ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ വി വിൽ നോട്ട് ഗോ ഫോർ ദിസ് യൂട്രൈൻ റിലാക്സൻ ടു എന്താ പറയുക പോസ്റ്റ്പോൺമെന്റ് ഓഫ് ലേബറിന് നമ്മൾ ഉപയോഗിക്കാറില്ല. മറ്റ് പ്രശ്നങ്ങളൊക്കെ നമ്മൾ പറഞ്ഞത് ഗർഭകാല സമയത്തുള്ള ഉപയോഗിക്കുന്ന മരുന്നുകളാണ്. ഉദാഹരണത്തിന് റിട്രോട്രിൻ, ഐസോസോപ്രിൻ, ഇൻഡോമെത്താസിൻ, CCBs പോലെയുള്ള മരുന്നുകൾ. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ അബൌട്ട് യൂട്രൈൻ റിലാക്സൻസ്. താങ്ക് യു ഫോർ വാച്ചിങ്.